പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദേവബാല ചതിച്ചു എന്നുള്ള കാര്യം അഭിഷേക് അറിയുകയാണ്. എടാ, നീ രാഹുലിനെ കുടുക്കിയതിന് ശേഷം ഈശയുമായി സന്തോഷത്തിൽ ജീവിക്കാം എന്ന് കരുതിയല്ലേ? അതിന് ഞാൻ സമ്മതിക്കില്ലടാ. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഞാൻ സമ്മതിക്കില്ല. അത് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ ഈ നീക്കം മുന്നിലേക്ക് കൊണ്ടുപോയത്. ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. എടി, നിന്റെ ഈ ചതിക്കുള്ള തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. നീ എന്നെ ഒന്നും ചെയ്യില്ല. നിന്നെ പോലെയുള്ള ചതിയന്മാരെ ഞാൻ നേരത്തെ കണ്ടതാണ്. നിനക്ക് ഈശയുടെ കൂടെ ജീവിക്കണം അല്ലേടാ? ഇല്ലടാ, നീ ജീവിക്കില്ല. ആ കാര്യം ഞാൻ ഉറപ്പ് നൽകാം. നീ എൻ്റെ കൂടെ ജീവിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു പട്ടിയെ പോലെ കിടന്ന് മരിക്കും. ആ കാര്യം ഞാൻ ഉറപ്പിച്ചതാണ്. ഇതേ തുടർന്ന് അഭിഷേകിനെ തള്ളി മലർത്തിയതിന് ശേഷം ഈശ ദേവബാല അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഈശയെ ഇതേ തുടർന്ന് ഫോൺ ചെയ്യുകയാണ്. ഇപ്പോൾ അഭിഷേക്, രാഹുൽ രക്ഷപ്പെട്ടു അല്ലേ? അതെ. അത് നീ എങ്ങനെ അറിഞ്ഞു? ആ ദേവബാല, അവളാണ് ഈ രഹസ്യമെല്ലാം അവന് ചോർത്തി നൽകിയത്. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇനി എന്തു ചെയ്യും? ദേവബാലയെ കൊടുക്കുക തന്നെ വേണം. അവളുള്ളിടത്തോളം കാലം നമുക്ക് കാര്യങ്ങൾ അങ്ങനെ സുഗമമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവളെ തീർക്കണം. അതുതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും കുറച്ച് സമയം കഴിയട്ടെ. ഞാനൊന്ന് എണീറ്റ് നടക്കട്ടെ. ബബ്ലു, എനിക്ക് നിന്നെ കാണണമെന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. നീ എന്തെങ്കിലും എടുത്തുചാടി ചെയ്യുകയാണ് എങ്കിൽ അത് ഭാവിയിൽ തിരിച്ചടിയാകും. അതുകൊണ്ട് ആലോചിച്ചു വേണം ഇപ്പോൾ കരുക്കൾ നീക്കാൻ. ശരി ബബ്ലു, ബബ്ലു പറയുന്നത് പോലെ തന്നെയാകട്ടെ കാര്യങ്ങൾ. ഇതോടെ അഭിഷേകിന് സന്തോഷമായിരിക്കുകയാണ്. ഇതേ സമയം റാംമോഹൻ ആകട്ടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ്. രാഹുലിനെ ഇല്ലാതാക്കുന്നതിന് കൊട്ടേഷൻ നൽകുകയാണ് അയാൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.